ഇന്നത്തെ വീഡിയോ ഒരു എൻഗേജ്മെൻറ്റിന് കൊടുക്കാനുണ്ടായിരുന്ന ഒരു ട്യൂട്ടർ കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് എന്നാൽ അടിപൊളിയായിട്ടുള്ളൊരു എൻഗേജ്മെൻറ്റ് കേക്ക് കൂടിയാണിത്. അപ്പോൾ ഈ ഒരു കേക്ക് 2 kg നമ്മൾ ചെയ്തിട്ടുള്ളത്. വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് കേട്ടോ. അപ്പോൾ കേക്കൊക്കെ ബേക്ക് ചെയ്തെടുത്തു, ഐസിങ്ങും ചെയ്തു, 2 ടയറും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ഡെക്കറേഷൻ കൊടുക്കാൻ അവർ പറഞ്ഞിട്ടുള്ള കളറ് ബ്ലൂ കളറാണ് കേട്ടോ. കുറച്ച് ഡാർക്കുള്ള ബ്ലൂ ആണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീമിലേക്ക് കുറച്ച് ഡാർക്ക് ബ്ലൂ കളറും പിന്നെ കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ബ്ലൂ കളറുമാണ് നമ്മൾ ചേർത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഐസിങ് നൈഫ് വെച്ചിട്ട് കേക്കിൻ്റെ സൈഡിൽ നമ്മൾ ഇതുപോലെ ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഐസിങ് നൈഫ് വെച്ചിട്ട് ആദ്യം തന്നെ ഡാർക്ക് ബ്ലൂ കളറാണ് കേട്ടോ ആക്കി കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ അടുത്തായിട്ട് തന്നെ നമ്മൾ ലൈറ്റ് കളറും ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. കസ്റ്റമർ കേക്കിൻ്റെ കളർ മൊത്തം ഈ ഒരു ബ്ലൂ കളർ ആക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേക്കിന് എവിടെയെങ്കിലും ഈ ഒരു ബ്ലൂ കളർ കൊടുക്കാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം അവരുടെ ഡ്രസ്സിൻ്റെ കളർ തന്നെ കേക്കിൽ കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ പറഞ്ഞത്. കാരണം ഇപ്പം അധികവും നമ്മൾ അങ്ങനെയാണല്ലോ ചെയ്യാറുള്ളത്. അങ്ങനെ ആ ഒരു ലൈറ്റ് ബ്ലൂ കളർ നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എൻഗേജ്മെൻറ്റിനായാലും ബർത്ത്ഡേക്കായാലും വെഡ്ഡിങ് കേക്ക് ആയാലും ഒക്കെ തന്നെ ആ ഡ്രസ്സിനനുസരിച്ചിട്ടുള്ള കളറാണ് നമ്മൾ കേക്കിന് കൊടുക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ഓവർ കളർ ചേർക്കാറില്ല. ഇതുപോലെ ഞാൻ ചെറിയ ചെറിയ കളർ അവിടെ എവിടെയൊക്കെ ആയിട്ട് ചേർത്ത് കൊടുക്കാറാണ് കേട്ടോ പതിവ്. കസ്റ്റമർക്ക് ലൈറ്റ് കളറൊക്കെ മതിയെന്നുണ്ടെങ്കിൽ ഞാൻ മൊത്തമായിട്ട് ആ ഒരു കളർ കൊടുത്തിട്ട് ഐസിങ് ചെയ്തെടുക്കാറുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു ഡെക്കറേഷൻ 2 കേക്കിലും സൈഡിലൊക്കെ കംപ്ലീറ്റ് ആക്കി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഗോൾഡൻ കളറാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അത് കുറച്ച് ഗോൾഡൻ കളറാക്കിയിട്ട് നമ്മളിതാ ബ്രഷ് വെച്ചിട്ട് നമ്മൾ ആ ഒരു ബ്ലൂ കളറിൻ്റെ ചുറ്റും തന്നെ നമ്മളിതാ ഇതുപോലെ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഗോൾഡൻ കളർ കൂടിയും ചെയ്തെടുക്കുമ്പം കേക്ക് അടിപൊളി ലുക്കായി കിട്ടുന്നുണ്ട്. കാരണം ആ ഒരു ബ്ലൂവിൽ ഗോൾഡൻ കൊടുക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് കേക്ക്. അപ്പം അതും ഈ 2 കേക്കും നമ്മൾ ഇതുപോലെ ഫുള്ളായിട്ട് തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ടയർ സെറ്റ് ചെയ്തെടുത്തപ്പം ആ ഒരു കേക്കിൻ്റെ സൈഡിൽ അത് ചെറുതായിട്ടൊന്നും തട്ടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഞാൻ ഫ്ലവർ വെക്കാനുണ്ട്. അപ്പോൾ അതവിടെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഈ ഒരു കേക്കിൽ കുറച്ച് സമയം പിടിക്കുന്ന ഡെക്കറേഷൻ ഇതാണ് കേട്ടോ. നമ്മൾ ചുറ്റിലും ഈ ഒരു ഗോൾഡൻ കളർ അടിക്കുന്നതാണ് കുറച്ച് സമയം വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കേക്ക് നമ്മൾ ചെയ്ത് പിന്നെ ഒന്നുകൂടി ഫ്രിഡ്ജിലൊക്കെ വെച്ചതിന് ശേഷമാണ് കേട്ടോ ഈ ഒരു കേക്ക് ഡെലിവറി ചെയ്യുന്നത്. ഇനി ഒരു കേക്കിൻ്റെ 2 സൈഡിൽ വെക്കാൻ വേണ്ടിയിട്ട് ബ്ലൂ കളറുള്ള ഫോണ്ടൻറ്റ് വെച്ചിട്ട് നമ്മളിതാ ഇതുപോലെ കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മളിതാ മോൾട്ട് വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ കേക്കിൻ്റെ സൈഡിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫ്ലവർ വെക്കാനുള്ള ഭാഗം ഞാൻ ഒഴിച്ചിട്ടിട്ട് ബാക്കിയുള്ള ഭാഗത്താണ് കേട്ടോ നമ്മളിതാ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുള്ളത്. അത് കേക്കിൻ്റെ താഴത്തെ സൈഡിലും നമ്മളിതാ ഇതേപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ചുറ്റിനും വെച്ച് വന്നപ്പം ഫുള്ളായിട്ട് നമുക്കത് തികഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഡെക്കറേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് വീണ്ടും ഉണ്ടാക്കിയിട്ട് വെച്ചതായിരുന്നു. ഇത് കേക്കിൻ്റെ സൈഡിൽ ഫുള്ളായിട്ട് തന്നെ വെച്ചപ്പാണ് കേട്ടോ ആ ഒരു കേക്കിൻ്റെ ഭംഗി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഇപ്പം ഞാൻ കേക്കിൻ്റെ പകുതി വരെ വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഈ ഒരു കേക്ക് എൻഗേജ്മെൻറ്റിനുള്ളതുകൊണ്ട് രാവിലെ തന്നെ ഈ ഒരു കേക്ക് വേണമായിരുന്നു കേട്ടോ. അപ്പോൾ 11 മണിയാകുമ്പോൾ തന്നെ അവർ വിളിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളത് ഞാൻ കേക്കിൻ്റെ താഴെ സൈഡിലാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതും ഇതുപോലെ തന്നെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കേക്കിൻ്റെ ടോപ്പിലായിട്ട് ഒരു എൻഗേജ്മെൻറ്റിൻ്റെ സ്റ്റിക്കും സൈഡിൽ ഇതുപോലെ ഒരു ഫ്ലവറും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ഫ്ലവർ തന്നെ സ്റ്റിക്കിൻ്റെ ബാക്കിലായിട്ട് 2 ഫ്ലവർ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് വൈറ്റ് ഫ്ലവറും ലീഫൊക്കെ ആയിട്ട് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ഏകദേശം ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. ഇനി ഇതിൻ്റെ അടുത്തായിട്ട് അതായത് ആ റോസിൻ്റെ അടുത്തായിട്ട് നമ്മൾ ഗോൾഡൻ കളറിലുള്ള ലീഫ് കൂടി നമ്മളിതാ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കേക്കിൻ്റെ ടോപ്പിലായിട്ട് 2 ഹേർട്ട് കൂടി നമ്മളിതാ ഫോണ്ടൻറ്റിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ബ്ലൂ ഫോണ്ടൻറ്റിലാണ് നമ്മളതും കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം ഇതാണ് ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ട്യൂട്ടർ കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടെ ലൈക്കും കമൻറ്റും ഷെയർ കൂടി ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ മറ്റൊരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.